റൈനോപ്ലാസ്റ്റി സർജറിയുടെ ഒരു സിമ്പിൾ ബേസിക് ഡെമോൺസ്ട്രേഷനാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും സെപ്റ്റോപ്ലാസ്റ്റിയും റൈനോപ്ലാസ്റ്റിയും ഒരുമിച്ച് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് പലപ്പോഴും എൻ്റെ ക്ലയൻസ് മനസ്സിലാക്കാറില്ല. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാനിതിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ യൂഷ്വലി ചെയ്യാൻ പോകുന്ന ഒരു ഓപ്പൺ റൈനോപ്ലാസ്റ്റിയാണ്. ഓപ്പൺ റൈനോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ സ്കിന്നിൽ ഒരു ചെറിയ ഇൻസിഷൻ താഴെ ഉണ്ടാക്കിയ ശേഷം ഈ സ്കിൻ ഇങ്ങനെ നോസിൻ്റെ ബാക്കിയുള്ള സ്ട്രക്ചറിൽ നിന്നും പൊക്കി മാറ്റും. അപ്പോൾ നമ്മൾ അടിയിൽ കാണുന്നത് ആ നോസിൻ്റെ ഒരു പിരമിഡാണ്. അതായത് ഇത് ബോണാണ്, ഈ താഴെയുള്ള കാർട്ടിലേജ്, മുകളിലുള്ളത് ബോണ് ഒക്കെയാണ്. അപ്പോൾ അത് മാറ്റിയ ശേഷം നമ്മളിത് നോസ് ഓപ്പൺ ചെയ്ത ശേഷം നോസിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു ബ്രിഡ്ജ് ആണ് ഈ കാണുന്നത്. ഈ സെൻറ്ററിലുള്ള ബ്രിഡ്ജിനകത്ത് ഇവിടെ അകത്തുള്ളത് കാർട്ടിലേജാണ്. കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ബോൺസ് ആണ്. അതിൽ നിന്നും ഈ വളഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാർട്ടിലേജ് നമ്മൾ റിമൂവ് ചെയ്ത ശേഷം ഇവിടെ അതിനുള്ള സപ്പോർട്ടിലുള്ള ഒരു എൽ സ്റ്റഡ് മാത്രം നമ്മൾ അവിടെ ലീവ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ അകത്തുള്ള സ്ട്രക്ചർ വരുന്നത്. എന്നിട്ട് നമ്മൾ ഈ റിമൂവ് ചെയ്ത കാർട്ടിലേജിൽ നിന്നും അത് ചെറിയ ചെറിയ പീസുകളാക്കി ഈ പീസുകളൊക്കെ നമ്മൾ ഇതിന് പൊക്കം കൂട്ടാനുള്ള സപ്പോർട്ട് കൊടുക്കുകയും ഈ മോൾ ഭാഗം ഡോർസം മുകളിലേക്ക് കൊണ്ടുവരാനുള്ള സപ്പോർട്ട് കൊടുക്കുകയും ടിപ്പ് പൊക്കിക്കൊണ്ട് വരാനുള്ള സപ്പോർട്ട് കൊടുക്കുകയൊക്കെ ഉപയോഗിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ യൂസ് ചെയ്ത കാർട്ടിലേജാണ്. സോ നിങ്ങളുടെ മൂക്കിനകത്തൊരു വളവുണ്ട്, പുറത്ത് അതുമായി ബന്ധപ്പെട്ടൊരു സൗന്ദര്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇത് രണ്ടും ഒരേ സമയം കറക്റ്റ് ചെയ്യുന്നതാണ്.